ഹലോ ഡിയർ ഫ്രണ്ട്സ്, രാജക്കാടൻ രുചികൾ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നബിദിനായിട്ട് നമുക്ക് അടിപൊളി തേങ്ങാച്ചോറ് ഉണ്ടാക്കിയാലോ. അതിന് ഓരോരുത്തരുടെ അളവിനനുസരിച്ചുള്ള അരി എടുക്കുക. 2 സബോള വേണം, വേപ്പില വേണം, അരമുറി തേങ്ങ വേണം. കുക്കർ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അരിഞ്ഞു വെച്ച സബോള ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വേപ്പില ഇട്ട് കൊടുക്കുക. പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. നമ്മൾ ആദ്യം ചിരകി വെച്ച അരമുറി തേങ്ങ നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഈ ചോറ് നമുക്ക് 2 രീതിയിൽ വയ്ക്കാവേ. ഒന്ന് ഇതുപോലെ തന്നെ തേങ്ങ അരച്ച് ഒഴിച്ചു കൊടുത്തിട്ടാക്കാം. തേങ്ങാപ്പാലിൽ പറ്റിച്ചു കൊടുക്കാം. എനിക്ക് എളുപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ്. നമുക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ അരി എന്തോരമാണോ എടുത്തത് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് എന്ന വെള്ളം എന്ന രീതിക്ക്. കഴുകി വൃത്തിയാക്കി അരി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ച് വേവിൽ വ്യത്യാസം വരെ അത് നോക്കി ഓഫ് ചെയ്യുക. എനിക്കിവിടെ 2 വിസിലടിച്ചപ്പോൾ എൻ്റെ ചോറ് ഇവിടെ വെന്ത് വന്നു. എയറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. നല്ല അടിപൊളി തേങ്ങാച്ചോറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ബീഫിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പറാണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.